ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു 10 ഡേയ്സ് ടൈം ടേബിളിൻ്റെ വീഡിയോ ആണ്. നമ്മൾ SCERT 5th 6th 7th ക്ലാസ്സുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അത് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ 2 ദിവസം അതിൻ്റെ ഇടയിൽ 2-3 ദിവസം ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഗ്യാപ്പില്ലാതെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒരു 10 ഡേയ്സ് കൊണ്ട് നമ്മൾ 8th 9th 10th കൂടെ സയൻസ് കംപ്ലീറ്റ് ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോഷ്യലും കൂടെ കംപ്ലീറ്റ് ആക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ സിലബസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ 10 ഡേയ്സിൽ നമ്മൾ April 17 to 26 ആണ്. അതിൽ ഫസ്റ്റ് April 17 to 19 ക്ലാസ് 8 സയൻസാണ് നമ്മൾ ചെയ്യുന്നത്. 17, 18, 19. അപ്പോൾ അതിൽ നമുക്കൊരു 20-21 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം തൊട്ട് പഠിക്കുന്നവർക്ക്. അപ്പോൾ 3 ഡേയ്സ് എടുത്തിട്ടാണ് നമ്മൾ 8th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ April 20 to 22 ക്ലാസ് 9 ആണ്. 20, 21 and 22. അപ്പോൾ അതിൽ നമുക്ക് അതിലും അതേപോലത്തെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഫിസിക്സ് ഒരു ദിവസം, കെമിസ്ട്രി ഒരു ദിവസം, ബയോളജി ഒരു ദിവസം. അപ്പോൾ അങ്ങനെ 3 ദിവസം വെച്ചിട്ടാണ് നമ്മൾ 9th കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി April 23 to 25, 23, 24 and 25 ക്ലാസ് 10th സയൻസാണ് നമ്മൾ ചെയ്യുന്നത്. അതും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റും കൂടെ സെപ്പറേറ്റ് ആയിട്ടാണ്. അതായത് 3 ദിവസം ഓരോന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡേ 26, അതായത് April 26 നമുക്ക് ലാസ്റ്റ് ഡേ ആണ്. അത് റിവിഷൻ ഡേ ആയിട്ട്, അതായത് 8th 9th 10th സയൻസ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 7th വരെയുള്ളത് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടുകയാണെങ്കിൽ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് 26th തന്നെ നമുക്ക് 10th കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് 8th വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.